പൊളിറ്റിക്സ് കേരള അന്തിമ സർവേയിലേക്ക് കടന്നിരിക്കുകയാണ്. അന്തിമ സർവേയിലേക്ക് കടക്കുമ്പോൾ UDFൻ്റെയോ LDFൻ്റെയോ കണക്കുകളല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ നേരത്തെയുള്ള സർവേയിൽ LDF കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു. BJP 1 മുതൽ 3 വരെ സീറ്റ് നേടുമെന്ന് പറഞ്ഞിരുന്നു. ഇത്തവണ BJPയെ കുറിച്ചാണ് ഞങ്ങളുടെ സർവേ. BJP പ്രതീക്ഷിക്കുന്ന സീറ്റുകളൊന്നും അവർക്ക് ലഭിക്കില്ല എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് സർവേയിൽ തെളിഞ്ഞിരിക്കുന്നത്. BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന മണ്ഡലം നേമമാണ്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം. നേമത്ത് B. ശിവൻകുട്ടി LDFന് വേണ്ടിയും UDFന് വേണ്ടി ശബരിനാഥനും മത്സരിക്കുന്നു. നേമത്ത് അടിയൊഴുക്കുകൾ സജീവമാണ്. SDPI വോട്ടുകൾ ശിവൻകുട്ടിക്ക് മറിയുമെന്ന് SDPI കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അത് രാജീവ് ചന്ദ്രശേഖറിന് വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസ് വോട്ടുകൾ ശബരിനാഥൻ പെട്ടിയിലാക്കിയാൽ അല്ലെങ്കിൽ ശബരിനാഥൻ കൊണ്ടുപോയാൽ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് ജയിക്കില്ല. അപ്പോൾ BJP ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏക മണ്ഡലം, ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഏക മണ്ഡലം ബിഗ് 0. അവിടെ ശിവൻകുട്ടി വിജയിക്കും. ഇനി കഴക്കൂട്ടമാണ്. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട് BJP. പക്ഷേ കഴക്കൂട്ടം കടകംപള്ളി സുരേന്ദ്രന് ഒപ്പമായിരിക്കും. സ്വതന്ത്രനായി നിന്നാൽ പോലും കടകംപള്ളി സുരേന്ദ്രന് അവിടെ 15,000-ലധികം വോട്ടുകൾ പിടിക്കാൻ സാധിക്കും. അപ്പോൾ കഴക്കൂട്ടത്ത് B. മുരളീധരൻ സ്വാഹ. ഇനി പാലക്കാടാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ കത്തിച്ച് മുന്നേറുകയാണ്. പൊളിറ്റിക്സ് കേരള തുടങ്ങിയപ്പോൾ ആദ്യമായി വിളിച്ച ഒരു നേതാവ് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ്റെ കപടതയും ശോഭാ സുരേന്ദ്രൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധത ഇല്ലായ്മയും നന്നായി അറിയാവുന്ന പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള. പാലക്കാട് LDF സ്ഥാനാർത്ഥി സ്ട്രോങ് ആണ്. NMR റസാഖാണ് അവിടെ LDF സ്ഥാനാർത്ഥി. ത്രികോണ മത്സരമാണ് പാലക്കാട് നടക്കുന്നത്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പാടാണ്. അവിടെ പ്രധാന മത്സരം നടക്കുന്നത് റസാഖും രമേശ് പിഷാരടിയും തമ്മിലാണ്. ഇനി തൃശ്ശൂരാണ്. പത്മജ വേണുഗോപാൽ ജയിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള. കാരണം തെരഞ്ഞെടുപ്പുകളിലെല്ലാം അവർ പരാജയമായിരുന്നു. പക്ഷേ ഇത്തവണയെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ജയിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളുടെ ആദ്യഘട്ട 2ാം ഘട്ട സർവേയിൽ. പക്ഷേ 3ാം ഘട്ട സർവേ എത്തുമ്പോൾ പത്മജ വേണുഗോപാൽ ബിഗ് 0. അവിടെ രാജൻ പല്ലൻ വിജയിക്കും. CPI സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ ആയതുകൊണ്ട് രാജൻ പല്ലൻ വിജയിക്കും. ഇനി മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് അഷ്റഫ് വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ SDPI സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയപ്പോൾ ഒരു പരിഭ്രമം കോൺഗ്രസിന് ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം സ്മൂത്തായി. SDPI സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് കടന്ന് ഊർജ്ജശ്വാസം വലിക്കുന്നു. BJP ചുരുക്കത്തിൽ ഒരു സീറ്റും
ഒരൊറ്റ സീറ്റും കേരളത്തിൽ നേടില്ല. അതാണ് ഇപ്പോഴത്തെ സർവേയിൽ, പൊളിറ്റിക്സ് കേരള സർവേയിൽ തെളിയുന്നത്. അവർക്ക് ലഭിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്ന സീറ്റുകൾ നേമം, കഴക്കൂട്ടം, പാലക്കാട്, തൃശ്ശൂർ, മഞ്ചേശ്വരം എന്നീ 5 സീറ്റുകളാണ്. ഈ 5 സീറ്റുകളിലും അവർ വിജയിക്കില്ല എന്ന ദുരന്ത വാർത്തയാണോ സന്തോഷ വാർത്തയാണോ എന്നറിയില്ല. BJP പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സ് കേരളയിലെ BJP പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അത് ദുരന്ത വാർത്ത തന്നെയാണ്. പൊളിറ്റിക്സ് കേരളയുടെ LDF പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. BJP ബിഗ് ഹീറോയായി മാറും. ഈ തെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റവും കാഴ്ചവെക്കില്ല. വെറുതെ ഇങ്ങനെ കിടന്ന് എന്താ പറയുക, ഇങ്ങനെ കിടന്ന് കുറേ ഭ്രമണം ചെയ്യാം എന്നല്ലാതെ ആ ഭ്രമണത്തിന് അപ്പുറം ഒന്നും നേടാൻ BJPക്ക് കഴിയില്ല. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ടൈറ്റാണ്. കഴക്കൂട്ടത്ത് V മുരളീധരൻ ടൈറ്റാണ്. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ടൈറ്റാണ്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ ടൈറ്റാണ്. മഞ്ചേശ്വരത്ത് K സുരേന്ദ്രൻ അതിലേറെ ടൈറ്റാണ്.